സുഹൃത്തുക്കളെ, ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ഒരു മുസമ്പിയാണ്. വെരിഗേറ്റഡ് മുസമ്പി, ഒരു വിദേശ ഇനമാണ്. നമ്മുടെ വീട്ടിൻ്റെ മുന്നിലൊക്കെ ഒരു ഓർണമെൻ്റൽ പ്ലാന്റും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഫ്രൂട്ട് പ്ലാന്റുമായിട്ട് രണ്ട് പർപ്പസിൽ വെക്കാവുന്ന ഒരു ചെടിയാണ്. ഇത് ഏകദേശം 3 വർഷമായ പ്ലാന്റാണ്. 2 വർഷമായിട്ട് കായ്ക്കൽ തുടങ്ങിയതാണ്. ഇവിടെ എൻ്റെ ഗാർഡൻ വിസിറ്റ് ചെയ്തൊരു കക്കാര. അപ്പോൾ അതിലൊരു ഫ്രൂട്ട് ടൈമായിട്ടില്ല, പക്ഷേ കായ്ച്ച വന്ന് കുത്തി അതിൽ കൂടെ ശലഭങ്ങൾ നീരൂറ്റി കുടിക്കണ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് തൈകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണിക്കാം. ഇതാണ് എൻ്റെ ഒരു ബേസിക് തൈ. എൻ്റെ പ്രൈസ് ലിസ്റ്റിൽ നോക്കിയാൽ ബേസിക് കാണുന്ന പ്ലാന്റാണിത്. ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞ് ഏകദേശം 1 വർഷമായ പ്ലാന്റാണ്. അപ്പം ഇതതിൻ്റെ ഒരു മീഡിയം പ്ലാന്റാണ്. അതിൻ്റെ 2ാമത്തെ പ്ലാന്റാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇനി അതിൻ്റെ ഒരു ചട്ടിയിൽ വെച്ച കുറച്ചും കൂടെ മെച്ചുറായ ഒരു പ്ലാന്റും കൂടെ ഉണ്ട്. ഫ്രൂട്ടിംഗ് ഒക്കെ തുടങ്ങിയ പ്ലാന്റാണ് ഇത്. ഓൾറെഡി ഫ്രൂട്ടൊക്കെ ഇപ്പോൾ വന്ന് കഴിഞ്ഞു പോയതാണ്. ഇത്രയും പ്ലാന്റുകളാണ്, ഒരു 3 വെറൈറ്റി 3 ഗ്രേഡിലുള്ള പ്ലാന്റുകളാണ്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പറിച്ച് നോക്കിയിട്ട് അതൊന്ന് മുറിച്ച് നോക്കാം. അതും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം. ഭംഗിയല്ലേ കാണാൻ, ജസ്റ്റ് ഒന്ന് കേടെന്നാണ്, നല്ലൊന്ന് നോക്കാം. കാരണം ശലഭം വരണം എന്നുണ്ടെങ്കിൽ മധുരം ഉണ്ടാവണം, അതാണ് അതിൻ്റെ അടയാളം. മധുരമില്ലാത്തൊരു സാധനത്തിന് നമ്മളെ ചിത്രശലഭം വന്നിരിക്കില്ല. നമ്മളെ ഇന്ത്യൻ മുസമ്പിൻ്റെ ഒക്കെ സെയിം മധുരമാണ്. ഫുള്ള് ജ്യൂസിയാണ്, ഇത്രയും നീരാണ്. വെരിഗേറ്റഡ്, ഇതാണ് നമ്മുടെ വെരിഗേറ്റഡ് മുസമ്പി. കണ്ടില്ലേ, ഇതിപ്പോൾ കേടുവന്നാണ്. കേടുവന്ന മീൻസ് പുഴുക്കുത്ത് വന്നാണ്. പിന്നെ നീരൊന്ന് കാണിക്കാനാണ്. ഇത്രയും ജ്യൂസാണ്, ഭയങ്കര ജ്യൂസിയാണ്. ബായ്.